തൊടുപുഴയിൽ മദ്യപിച്ചതിനെ തുടർന്നുള്ള തർക്കത്തിൽ യുവാവിന് ബാർ ജീവനക്കാരുടെ ക്രൂരമർദ്ദനം. ചൊവ്വാഴ്ച തൊടുപുഴ TC ബാറിലാണ് ഈ സംഭവം ഉണ്ടായത്. തൊടുപുഴ സ്വദേശിയായ വിനീഷ് വിജയനാണ് മർദ്ദനമേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ വിനീഷ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. സംഭവത്തെ തുടർന്ന് 6 ബാർ ജീവനക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജെയിൻ എസ് രാജു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയിൻ, എന്ത് സാഹചര്യം, ഇങ്ങനെ ഒരു തർക്കത്തിലേക്ക്, ഇങ്ങനെ ഒരു കയ്യാങ്കളിയിലേക്ക് പോകാനുണ്ടായ സാഹചര്യം എന്താണ്? ആരോഗ്യനില എങ്ങനെയാണ്? ആര്യ, ചൊവ്വാഴ്ച രാത്രി 12 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. വിനീഷ് വിജയൻ എന്ന ഈ മർദ്ദനമേറ്റയാൾ മദ്യപിക്കാനായി എത്തിയതായിരുന്നു ബാറിൽ. മദ്യപിച്ചതിന് ശേഷം ഇയാൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഈ പ്രശ്നത്തിൽ ബാർ ജീവനക്കാർ ഇടപെടുകയായിരുന്നു. ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായിരിക്കുന്നത്. നിലത്തിട്ട് ചവിട്ടുകയും മുഖത്ത് ചവിട്ടുകയും ഒക്കെ ചെയ്തതിന് ശേഷം, മുഖത്ത് ഇടിക്കുകയും ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിച്ചിരുന്ന സ്റ്റാൻഡ് ഉപയോഗിച്ചുകൊണ്ട് ഇയാളുടെ തലയ്ക്ക് അടിച്ചു. തലയോട്ടിക്ക് പൊട്ടലും അതോടൊപ്പം തന്നെ തലയിൽ രക്തം കട്ട പിടിക്കുന്നതടക്കമുള്ള പരിക്കുകളാണ് ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നത്. ഇയാളിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി 7 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയാണ് പൂർത്തിയാക്കിയത്. അതിനുശേഷം ഇപ്പോൾ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും അവസാനം ലഭ്യമാകുന്ന വിവരം. 6 ബാർ ജീവനക്കാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ മൊത്തം 7 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അതിൽ 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാർ ജീവനക്കാരായിട്ടുള്ള സുമോദ്, അതോടൊപ്പം തന്നെ എൽദോസ്, രമേശ്, സന്തോഷ്, ജോയൽ, ജുബിൻ എന്നീ 6 ബാർ ജീവനക്കാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തൊടുപുഴ നഗരത്തിൽ പ്രവർത്തിക്കുന്ന TC ബാറിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന വിനീഷ് ഒരു പോക്സോ കേസിൽ പ്രതിയാണ്. നാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് വിധി വരാനിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ പോകേണ്ട ഒരു സ്ഥിതി ഉണ്ടായത്.